പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ലോക സാമൂഹ്യ നീതി ദിനം. എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക. ഒരു കഥ കേൾക്കൂ. തുല്യനീതി. എൻ്റെ ആവണി, നീ അല്ലാതെ ആ പെണ്ണിനോടൊക്കെ സംസാരിക്കോ? കഷ്ടം. ശ്യാമിനി കളിയാക്കി. പെണ്ണോ? അത് നമ്മുടെ ക്ലാസ്സിലെ പുതിയ കുട്ടിയല്ലേ, റാണി. ആ അവണി മറുപടി കൊടുത്തു. അല്ലെങ്കിലും നിനക്ക് ഇങ്ങനെയുള്ളവരോടാണല്ലോ കൂട്ട്. റോമി തല വെട്ടിച്ച് നടന്നുപോയി. ആ സ്കൂളിലെ ഏറ്റവും മിടുക്കിയായ വിദ്യാർത്ഥിയായിരുന്നു ആവണി. സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിലും അവളുടെ കഴിവുകൾ എല്ലാവരും അംഗീകരിച്ചിരുന്നു. അതുകൊണ്ട് ധാരാളം കൂട്ടുകാരും ഉണ്ടായിരുന്നു. പക്ഷേ മീരയായിരുന്നു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി. മറ്റുള്ളവർക്കത് തീരെ ഇഷ്ടമായിരുന്നില്ല. കാരണം അവൾ നാട്ടിൻ പുറത്തെ ചെറിയൊരു വീട്ടിലായിരുന്നു താമസം. അവളുടെ അമ്മ വീടുകളിലെ പണി ചെയ്താണ് കുടുംബം പുലർത്തുന്നത്. അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. മീര പഠനത്തിൽ മിടുക്കിയായിരുന്നു. പക്ഷേ പലപ്പോഴും പുസ്തകങ്ങൾ വാങ്ങാൻ പോലും പണമില്ലായിരുന്നു. അവളുടെ സഹപാഠികളിൽ ചിലർ ദാരിദ്ര്യത്തിൻ്റെ പേരിൽ അവളെ പരിഹസിക്കാറും ഉണ്ടായിരുന്നു. ആവണി മാത്രമായിരുന്നു അവൾക്കൊരാശ്വാസം. റാണിയും ഇപ്പോൾ അവരുടെ കൂട്ടുകാരിയാണ്. ഒരു ദിവസം സ്കൂളിൽ ലോക സാമൂഹിക നീതി ദിനം ആചരിക്കാൻ തീരുമാനിച്ചു. ഹെഡ് മാസ്റ്റർ കുട്ടികളോട് പറഞ്ഞു, സാമൂഹിക നീതി എന്നത് പാവപ്പെട്ടവരോട് കരുണ കാണിക്കുന്നത് മാത്രമല്ല, എല്ലാവർക്കും സമാനമായ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതുകൂടിയാണ്. മാഷ് അവിടെ മുമ്പ് പഠിച്ചിരുന്ന കുറേ ചെറുപ്പക്കാരെ വിളിച്ച് ഇടയ്ക്കൊക്കെ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. അവർ സ്കൂളിലെത്തി പലപ്പോഴും മറ്റാരും അറിയാതെ കുട്ടികൾക്ക് സമ്മാനങ്ങളും ചെറിയ സഹായവും ചെയ്യാറുമുണ്ട്. മാഷ് നിർദ്ദേശിച്ച പ്രകാരം അവർ സമത്വ കൂട്ടായ്മ രൂപീകരിച്ചു. പഴയ പുസ്തകങ്ങൾ ശേഖരിച്ച് ലൈബ്രറി തുടങ്ങി. തൊഴിലില്ലാത്ത യുവാക്കൾക്കായി ചെറിയ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പഠിപ്പിക്കാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മീരയ്ക്ക് ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ ലഭിച്ചു. റാണി ഉൾപ്പെടെയുള്ളവരെ ഗ്രാമത്തിലെ ഒരു അധ്യാപകൻ സൗജന്യമായി പരിശീലിപ്പിക്കാൻ വന്നു. അവരുടെ പരിശ്രമവും സമൂഹത്തിൻ്റെ പിന്തുണയും ചേർന്നപ്പോൾ മീര ജില്ലാതല പരീക്ഷയിൽ 1-ാം സ്ഥാനം നേടി. ആവണിക്കും റാണിക്കും മോശമല്ലാത്ത സ്ഥാനങ്ങളും ലഭിച്ചു. മീര പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. എൻ്റെ വിജയം എൻ്റെ ഒരാളിൻ്റേതല്ല, എനിക്ക് അവസരം നൽകിയ ഗ്രാമത്തിൻ്റേതാണ്. പിന്നെ എന്നെ ചേർത്ത് നിർത്തിയ ആവണിയെപ്പോലെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരികളുടേതാണ്. മീരയ്ക്ക് കിട്ടിയതിന് തുല്യമായ കരഘോഷങ്ങൾ ആവണിക്കും റാണിക്കും ലഭിച്ചു. അന്നു മുതൽ ഏവർക്കും തുല്യനീതി ഉറപ്പാക്കാൻ ഗ്രാമം പരിശ്രമിച്ചു. പണത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ കുറവ് മൂലം ആർക്കും ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമായി മാറരുത്. എല്ലാവർക്കും അവരവർക്ക് കഴിവുള്ളതുപോലെ കഴിയുന്നത്ര പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. മീരയെപ്പോലെ ഏത് കുട്ടി വന്നാലും അവരെ പഠിപ്പിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. അത് കേട്ട് സദസ്സിലിരുന്ന് കുട്ടികൾ ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു.